ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടല്ലോ. രാവിലേക്ക് അരിയൊക്കെ കുതിർത്താനും ഇനി ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ചെറിയൊരു പീസ് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വലുതൊന്നും ഇടേണ്ടിയില്ല. നമ്മളിപ്പം 1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് റവയും എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സവാള എടുത്താൽ മതിയേ. ഒരു മീഡിയം സൈസുള്ള സവാളയുടെ പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി ഭാഗമായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ആട്ടോ. ഒരുപാട് വലിപ്പമൊന്നും വേണ്ട, ചെറിയൊരു പീസ് മതി. ഇതിലേക്ക് ഒരു ചെറുതായിട്ടുള്ള പച്ചമുളക് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വലിപ്പമുള്ളൊന്നും എടുക്കേണ്ടത്, നമ്മൾ ഈ പച്ചമുളകിൻ്റെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എരിവൊന്നും ആവശ്യമില്ല. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആ എരിവൊക്കെ ഉണ്ടാകുമ്പം കഴിക്കാൻ വേണ്ടി നല്ല മടിയൊക്കെ ഉണ്ടാകാൻ, അതുകൊണ്ട് തന്നെ ചെറിയൊരു പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ വറുക്കാത്ത റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അത് മതിയാവും. നമ്മൾ റവ എടുത്ത അതേ അളവിൽ തന്നെയാണ് നമ്മൾ അരിപ്പൊടി എടുക്കുന്നത്. നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു 1 കപ്പ് പത്തിരിപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ്. അപ്പോൾ നോർമൽ വാട്ടർ മതി, നമ്മൾ സാധാരണ പച്ചവെള്ളമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, നമ്മൾ മാവ് നന്നായിട്ട് ലൂസായിപ്പോവും. അതുകൊണ്ട് തന്നെ 1 കപ്പ് ഒഴിക്കുക. എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതാ വീണ്ടും ഒരു 1/4 കപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മിക്സിയിൽ ഇത് ഒട്ടിപ്പിടിക്കുകയില്ല, നന്നായിട്ട് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ഇതിന് ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് ഈ ഒരു സമയത്ത് മതിയാവും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം നല്ല പുളിപ്പുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള നമ്മൾ മാവ് റെഡിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ആ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ ഒന്ന് ടൈം കഴിയുന്നൂറ് ഒന്ന് നന്നായിട്ട് കട്ടിയായിട്ട് വരികയും ചെയ്യും നമ്മളെ മാവ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി 1 ടേബിൾ സ്പൂണോളം വെള്ളം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം കൂടാനേ പാടില്ല, വെള്ളം നോക്കി മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കാനേ പാടില്ല. ഇപ്പം നമ്മളിതാ വീണ്ടും 1 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാട്ടോ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ലൂസാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയിൽ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇതാ ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണും ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മല്ലിയില കേട്ടോ. കുറച്ച് അധികം തന്നെ മല്ലിയില നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു പിടിയോളം മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി മല്ലിയില ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, മല്ലിയില ചേർക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ മല്ലിയിലയും കൂടി ചേർത്തതിനല്ലേ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാട്ടെ. മല്ലിയിലക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഈ 2 ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മല്ലിയില ആകുമ്പം ഒന്നുകൂടി നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ ഉണ്ടാകും നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമുക്കത് ചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. ഇളക്കി എടുത്തിട്ടതിന് ശേഷം നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മളിതിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ചീനിച്ചട്ടിയിലാട്ടോ. ഒരു കുഴിയുള്ളൊരു പാത്രം എടുത്താൽ മതി. ഇനി ചീനിച്ചട്ടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുഴിയുള്ള ഒരു പാത്രം എടുത്താൽ മതി. നമ്മൾ വെള്ളാപ്പ ചട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഒരു നടുകുഴിയുള്ള ഒരു പാത്രം എടുക്കുക. ഇതുപോലൊരു നടുകുഴിയുള്ള പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1 മുതൽ 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കഴിക്കാൻ ഏത് എണ്ണ ഇഷ്ടം എന്നുള്ളത് അതെടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് തുടങ്ങിയ സമയത്ത് നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 1 സ്പൂൺ മാവ് ഇപ്പം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം കേട്ടോ ഈ മാവ് ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ സൈഡ് ഭാഗത്ത് നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ട് പൊങ്ങി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് എല്ലാ ഭാഗം ഒരുപോലെ അങ്ങ് പരന്ന് കിടക്കും, നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് എണ്ണ ചൂടാക്കി എടുക്കുക. അതിനുശേഷം മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ആ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി.
അപ്പോൾ നമ്മളിതാ ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതാ നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് ഇട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ളതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് ഫ്ലെയിം അങ്ങ് കൂട്ടി കൊടുത്തിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് ഊറ്റിക്കളയാം കേട്ടോ. അതിനുശേഷം നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിതാ ബാക്കിയുള്ള മാവൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നതും ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സമയം എടുക്കില്ല, നമുക്ക് ഒരുപാട് സാധനങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെയില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.